ഇന്നലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് പറയുന്നത് എപ്പോഴും അതൊരു പ്രവചനം എന്നുള്ള ആ രീതിയിൽ മാത്രമാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഒരു മുൻകൂട്ടി ഒരു കാര്യം അങ്ങ് തീരുമാനിച്ച് നമ്മുടെ അടുത്ത് ഒരു ഏതാണ്ട് കണക്ക് കൂട്ടി പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ 6 മണിക്കാണ് കഴിയുന്നത്. 6 മണിക്കും ഇലക്ഷൻ കഴിഞ്ഞില്ല. പിന്നെ ഏതാണ്ട് 2% വോട്ടുകൾ പിന്നെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഇനി വന്നെന്നുള്ളതാണ് രണ്ടെണ്ണത്തിൻ്റെ ഒഴിച്ച്. അതിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ ആ ഫലം പശ്ചിമ ബംഗാളിലെ അവർ ഹോൾഡ് ചെയ്തേക്ക് അവർ പറഞ്ഞില്ല. കാരണം ആ ഇലക്ഷൻ മുഴുവൻ കഴിയാതെ അവരത് പറയല എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരെടുത്തു. അതാണ് കാര്യം. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ഫലങ്ങൾ ആക്സിസ് മൈ ഇന്ത്യ അവരുടേതാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ചെറിയ ഞെട്ടലുണ്ടാക്കിയ ഒരു ഫലപ്രഖ്യാപനം പോലെ വന്നത്. അവർ കണ്ടേക്കുന്ന വിജയുടെ പാർട്ടി TVK അതും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറും എന്നുള്ള ഒരു പ്രവചനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് നോക്കുമ്പോൾ DMKക്ക് അതായത് ഒറ്റയ്ക്ക് ഭരിക്കത്തക്കവണ്ണമുള്ള ഒരു ഭൂരിപക്ഷം കിട്ടത്തില്ല. അങ്ങനായി. കാരണം DMK കഴിയും വോട്ട് വാങ്ങുന്നത് TVK ആണ് എന്നുള്ളതാണ്. ഏതാണ്ട് 37% വോട്ടും DMKക്ക് 36% വോട്ടുമാണ് അവരുടെ പ്രവചനം. NDAക്ക് ഏതാണ്ട് 32-35 സീറ്റ് എന്നുള്ളത് അത് ഏതാണ്ട് സത്യമാവാൻ സാധ്യതയുണ്ട്. NDAയുടെ AIADMKക്ക് അതിൽ കൂടുതലൊന്നും സീറ്റൊന്നും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അണ്ണാമല ആയിട്ടൊക്കെ പിണക്കിയൊക്കെ നിൽക്കുകയാണ്. അങ്ങനെയുള്ളതുകൊണ്ട് അതിൽ കൂടുതൽ സീറ്റൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ പ്രവചനം ഏതാണ്ട് ശരിയാണ്. പക്ഷേ അവിടെ DMKക്ക് അത്രയും വോട്ട് കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. കാരണം TVKക്ക് വോട്ട് കിട്ടും, ശരിയാണ്, കുറേ സീറ്റുകളും പിടിക്കും. പക്ഷേ ഇത്രത്തോളം വരുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഏതായാലും നമുക്കത് 4-ാം തീയതി ഇനി പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം. ഇനി കേരളത്തിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ UDFന് ഏതാണ്ടൊരു വളരെ ആഹ്ലാദം വരുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് മുഴുവൻ ആളുകളും. ചില ഒരു 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 ഗ്രൂപ്പ് മാത്രം അതിനകത്ത് ഏതാണ്ട് 71 മിനിമം 71 മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 71-ൻ്റെ താഴോട്ട് ആരും പറഞ്ഞിട്ടില്ല UDFന്. അതുപോലെ തന്നെ LDFനാണെങ്കിൽ മാക്സിമം പലരും പറഞ്ഞേക്കുന്നത് മാക്സിമം അവരുടേത് പറഞ്ഞേക്കുന്നത് 68 സീറ്റാണ്. 68 ഇവിടെ 140 പേരുള്ള അസംബ്ലിയിൽ ഭരിക്കണമെന്നുണ്ടെങ്കിൽ 71 സീറ്റ് മതി, ഉണ്ടെങ്കിൽ ഭരിക്കാം, ഭൂരിപക്ഷമാവും. അപ്പോൾ 68 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് 3 സീറ്റ് കുറവാണ്. അത് മാക്സിമം വന്നാലാണ്. അപ്പോൾ അത് സാധ്യത കുറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ കണക്കൂട്ടലിൽ ഇവരൊക്കെ ഇങ്ങനെ, അതായത് ഈ ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞേക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ UDFന് കേരളത്തിൽ 78 മുതൽ 90 വരെ ഉള്ള സീറ്റുകളാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 90 എന്ന് ഒരു കണക്ക് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ എൻ്റെ കണക്കൂട്ടലിൽ ഓരോ മണ്ഡലമൊക്കെ ഒന്ന് പരിശോധിച്ചെല്ലാം നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്നതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആളുകളുടെ അഭിപ്രായമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഏതാണ്ട് ഒരു 85 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. 85-90 അതിനിടയിൽ നിൽക്കും എന്നുള്ളതാണ്. 85-ൽ കുറയാൻ സാധ്യത ഇല്ല എന്ന് തോന്നുന്നു ഇത് കാണുമ്പോൾ. ഏതായാലും നമുക്ക് മെയ് 4-ന് നമുക്ക് ഇതിൻ്റെ വിവരം അറിയാമല്ലോ. അതിന് മുമ്പ് എന്നാലും ആൾക്ക് ഈ 2-3 ദിവസമേ ഉള്ളെങ്കിലും അതിന് സമാധാനമില്ല, ഇത് അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഇന്നലെ കാത്തിരുന്ന് ഇത് മുഴുവൻ കണ്ടത്. പശ്ചിമ ബംഗാളിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ അത് ഇന്ന് വരത്തേ ഉള്ളൂ, വന്നിട്ടില്ല. അതുപോലെ ചാണക്യയുടെ വന്നിട്ടില്ല. മറ്റ് ചില ഗ്രൂപ്പുകൾ എല്ലാം പ്രവചിച്ചേക്കുന്നത് അവിടെ BJP അധികാരത്തിൽ വരും, അതായത് NDA അധികാരത്തിൽ വരും എന്നുള്ളതാണ്. NDAക്ക് കൂടുതൽ സീറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. മമതാ ബാനർജി ഒരുപാട് പുറകിലൊന്നും പോകുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെയൊക്കെ കണക്കൂട്ടലുകൾ വെളിയിലേക്ക് വന്നേക്കുന്നത്. ഇനി ആക്സിസ് മൈ ഇന്ത്യയുടെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടാലേ നമുക്ക് ബാക്കി അതും കൂടെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഇന്ന് വരും, അതിൻ്റെ ഫലം ഇന്ന് വരും. ഏതായാലും ഇവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഉള്ള അടിയുണ്ടല്ലോ, അത് ഈ ഇലക്ഷൻ ഇതങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ
തുടങ്ങിക്കഴിഞ്ഞു യു ഡി എഫിൽ. അപ്പോൾ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ. ഇനി ഇത് അപ്പോൾ എന്താണെന്നറിയോ, അതുകൊണ്ട് ഈ കേരളത്തിലെ ഫലപ്രഖ്യാപനം എന്ന് പറയുന്നത്, ഈ പ്രവചിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം. അതായത് മുഴുവൻ ആളുടെ അടുത്ത് ചോദിച്ചാലും യു ഡി എഫ് അധികാരത്തിൽ വരും, എൽ ഡി എഫിന് ഉദ്ദേശിക്കുന്ന സീറ്റൊന്നും കിട്ടത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50 സീറ്റിൽ കൂടാൻ ഒരിക്കലും സാധ്യതയില്ല എൽ ഡി എഫിന്. കാരണം ഇന്നത്തെ നിലയ്ക്ക് കൂടാൻ സാധ്യതയില്ല. കൂടണം, അത് കൂടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 80 സീറ്റിൽ കൂടാൻ സാധ്യതയേ ഇല്ല, കാണുന്നില്ല ഞാൻ 50 സീറ്റിൽ കൂടെ. 50 എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒരു 55 വരെ പോയെന്നിരിക്കും, എന്നാലും അതിലൊന്നും ഒരു കാരണവശാലും കൂടാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഈ ഒരു രീതി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇനിയിപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്കിലും പറയുമ്പോഴെങ്കിലും ഈ അടി തീരുമെന്ന് വിചാരിച്ചു. ഇല്ല, അടി പൂർവാധികം ഭംഗിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് നിലവിലുള്ള അഭിപ്രായം, അതായത് സീറ്റുകൾ ആദ്യം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഉദ്ദേശിച്ചതുപോലെ എന്തുകൊണ്ട് യു ഡി എഫിന് കിട്ടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ അന്നേരം ഒരാളുടെ അഭിപ്രായം പറഞ്ഞത് വളരെ, അതായത് അതെനിക്ക് തോന്നുന്നത് അത് രാജ്ദീപ് സർദേശായിയുടെ ചാനൽ ഇന്ത്യ ടുഡേ ആണ്. ഇന്ത്യ ടുഡേയിൽ അത് പറഞ്ഞത് എന്താണെന്നറിയോ, ഒരു 6 months ബാക്ക്, ഒരു 6 മാസം മുമ്പായിരുന്നുണ്ടെങ്കിൽ യു ഡി എഫിന് 100 സീറ്റ് ഉറപ്പായിട്ട് പറയാമായിരുന്നു. പക്ഷേ ഈ 6 മാസത്തിനകത്ത് വെച്ച് ചില കാര്യങ്ങളുണ്ടായി. ചില കാര്യങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ ഈ സീറ്റ് നിർണയം ഉണ്ടല്ലോ, അതങ്ങോട്ട് വന്ന ഉടനെ അതിനകത്ത് തന്നെ അങ്ങ് നാണക്കെടും അടിയും തൊഴുമ്പും ഒക്കെയായി. എം പി ആയിട്ടിരിക്കുന്നവർക്ക് മത്സരിക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ തുടങ്ങി. അവർക്ക് കൊടുക്കത്തില്ല എന്നൊരു ഗ്രൂപ്പ്, കൊടുക്കണം എന്നൊരു വേറൊരു ഗ്രൂപ്പ്. അതിനിടയിൽ സണ്ണി ജോസഫിൻ്റെ പേര് വെച്ച് സണ്ണി ജോസഫ് അയച്ചതാണെന്നുള്ള രീതിയിൽ ഒരു കത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. സണ്ണി ജോസഫ് അറിഞ്ഞ കാര്യമല്ല, അത് കള്ളക്കത്താണ്. അതിനെക്കുറിച്ച് പരാതി കൊടുത്തു. ഇപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ സുധാകരൻ്റെ അനന്തരവൻ, കെ സുധാകരൻ്റെ അനന്തരവനെ അതിന് ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ബാക്കി നടപടി അത് എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ വരെ വന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ സീറ്റിൻ്റെ അടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതുവരെ പ്രശ്നമില്ലാതെ പോകുമായിരുന്നു. വന്നപ്പോഴാണ് അവിടെ മത്സരിക്കണം, ഇവിടെ മത്സരിക്കണം, അവിടെ മത്സരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ പൊരിച്ചുകളയും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതോടുകൂടി തന്നെ അത് ഒരുപാട് പിന്നോട്ടടിച്ചിട്ടുണ്ട് യു ഡി എഫിനെ. വളരെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ വളരെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവമാണത്. എന്നിട്ടും അവിടെ കൊണ്ട് നിർത്തുന്നു. ഇപ്പോഴും അഭിപ്രായം അങ്ങ് പറയുമല്ലേ ഇരുന്നുണ്ട്. ഇത് ആർക്ക് കേൾക്കാനാണെന്നുള്ള അറിഞ്ഞൂടാ. ഇത് അയാളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? അതൊന്നുമില്ല. പക്ഷെ പറയുന്നതിന് യാതൊരു കുറവുമില്ലല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് അതേപോലെ തന്നെ എന്തുകൊണ്ട് ഈ എൽ ഡി എഫിന് ഇത്രയും സീറ്റ് കുറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് നല്ലൊരു ഉത്തരം എനിക്കുണ്ട്. കാരണം വർഗീയമായ ഒരു ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഉണ്ടായതിൻ്റെ കുഴപ്പം വേറൊന്നുമല്ല, പിണറായി വിജയനും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും മത്സരിച്ചാണ് മലപ്പുറത്തെ മുസ്ലിങ്ങളെയൊക്കെ ആക്ഷേപിച്ചത്. മലപ്പുറം എന്ന് പറയുന്നത് ക്രിമിനൽസിൻ്റെ ഒരു സംഘമാണ്. മലപ്പുറം എന്ന് പറയുന്നത് മൊത്തം ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി പോലും, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി വരെ വായിന്ന് വരെ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് വന്നു. അതൊക്കെ ആ ജനങ്ങൾ വളരെ വെറുക്കും അത്. അപ്പോൾ ഏതാണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഏതാണ്ട് എൻ ബ്ലോക്കായിട്ട് മാറി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി തീർത്തു. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്, കൂടുതൽ വന്നേക്കുന്നത് അത് വെള്ളാപ്പള്ളി നടേശൻ്റെ സംഭാവനയാണ്. വെള്ളാപ്പള്ളിയും ചുവന്നുകൊണ്ട് നടന്നതിൻ്റെത് അറിയണം. അതാണ് ഒന്ന്, അതാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്. അവർ മുമ്പ് എൽ ഡി എഫിനോട് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അടുത്ത് നിന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് അവർ നേരെ യു ഡി എഫിനോട് ഉള്ള ഒരു ചായ്വാണ് അവിടെ വന്നത്. ഇതൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഈ എൽ ഡി എഫിൻ്റെ ആ സാധ്യത, അതായത് സീറ്റിൻ്റെ എണ്ണം കുറേ കുറഞ്ഞു പോയത്. അത് അങ്ങനെ വരും, അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഏതായാലും യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതിന് സംശയിക്കാനൊന്നുമില്ല. കാരണം അതേപോലാണ് ഈ എല്ലാ കണക്കൂട്ടലും എല്ലാ എക്സിറ്റ് പോളും വന്നേക്കുന്നത്. പിന്നെ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നതൊന്നും അന്തിമമൊന്നും അല്ല കേട്ടോ, ഇതൊരു ഊഹാപോഹം മാത്രമാണ്. അല്ലാതെ ഇവർ ചോദിക്കുന്നവരെങ്ങാണം വോട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം ആർക്കാ വോട്ട് ചെയ്ത് എന്ന് ചോദിച്ചാൽ അവരാരെങ്കിലും പറയുമോ?
ഓടാവില്ലേ എന്ന് പറയത്തില്ലേ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ആർക്കാ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. പിന്നെ ചില കണക്കുകൂട്ടലുകളാണ്. ഇപ്പോൾ കേരളത്തിലെ കണക്കുകൂട്ടലുകളെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ അട്ടിമറി സാധ്യതയൊന്നുമില്ല. കാരണം ഇവിടെ ഭരണ തുടർച്ചയെന്ന് പറയുന്നത് ഒന്നും ഉണ്ടാകത്തില്ല. ജനങ്ങൾ മടുത്തിരിക്കുക. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല. ഇവിടുത്തെ ഫലത്തിൽ ഞാൻ അതിശയമൊന്നും കാണുന്നില്ല. അങ്ങനെ അതിശയം കാണാനുള്ള കാര്യവുമില്ല. ഇനി അത് വല്ല 90 സീറ്റിന് മേളിലെങ്ങാനും UDF കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതിൽ ഒരു അതിശയം വരുന്നത്. ഇല്ലെങ്കിൽ ഏതാണ്ട് 85-90 ആ റേഞ്ചിൽ നിൽക്കും. അതിന് താഴെ 85-ന് താഴെ പോകുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലാണ് പോക്ക് കണ്ടിട്ട്. ഇനി നമുക്ക് അറിയാൻ പറ്റുന്നില്ല, ആളുകളുടെ വിരൽത്തുമ്പിലിരിക്കുന്ന കാര്യമല്ലേ. ഏതായാലും നമുക്ക് ഈ മെയ് 4 വരെ ഇതിനു വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് വിവരമൊക്കെ അറിയാം. പിന്നെ ഇവിടെ എൻ ഡി എക്ക് എൻ്റെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ 1-2 സീറ്റ് മാക്സിമം. അതിൽ കൂടുതൽ, അത് 0 മുതൽ 2 വരെ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനൊന്നും ഇല്ല. പിന്നെ പറയുമ്പം അവിടെ 4 കിട്ടും, ഇവിടെ 7 കിട്ടും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചൊക്കെ പറയുന്നുള്ളൂ, താല്പര്യം അനുസരിച്ച് പറയുന്നതാണ്. യാതൊരു കാര്യമുള്ളതല്ല. അങ്ങനെയൊന്നും കിട്ടാനൊന്നും സാധ്യതയില്ല. അവർ അക്കൗണ്ട് തുറന്നാൽ നല്ലത്. കാരണം മുമ്പൊരിക്കൽ തുറന്നിട്ട് പിന്നെ പൂട്ടിപ്പോയി. ഇനി തുറക്കാൻ പറ്റിയാൽ നല്ലത്. അതൊരു 0 മുതൽ 2 വരെ നമുക്ക് കണക്കാക്കാം. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഒരു സാധ്യത അവർക്ക് ഞാൻ കാണുന്നില്ല.